ഈ ശരിയായ ജ്ഞാനപാരമ്പര്യം മനസ്സിലാക്കുക തന്നെ അസാധ്യമാണ്. ഈ 140 കോടി ആളുകളിൽ ഇപ്പൊ ഞാനിരുന്നത് ഒന്നും വിചാരിക്കുക, 140 കോടി ആളുകൾ ഇത് കേട്ടു എന്ന് വിചാരിക്കുക. ചിലപ്പോ ഒരാൾക്കോ 2 പേർക്കോ ആയിരിക്കും ഇത് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ എന്തിനാണ് പറയുന്നത്? അത് ഗുരുനിർദ്ദേശമാണ്. ആരെങ്കിലും ഇത് മനസ്സിലാക്കാതിരിക്കുന്ന ആളുകൾ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്, അവർക്കൊന്ന് ചെന്ന് പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് എന്നോട് പറയാൻ പറ്റുന്നത്. അപ്പൊ ഗുരുനിർദ്ദേശം അനുസരിച്ച് ഞാനിത് പറയുന്നു. അപ്പൊ ദേവതയിൽ പ്രാപിക്കുക, ദേവത്വം പ്രാപിക്കുക എന്നാണ് ചിലർ ധരിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ തത്വം ദേവത്വമല്ല, ഗുരുത്വമാണ്. ഗുരുതത്വത്തെ പ്രാപിക്കുക എന്നുള്ളതാണ് ഇനി നമ്മളിലെ ഏറ്റവും ഉയർന്നത്. ദേവതയായിട്ടാണ് നിങ്ങൾ പരിണമിക്കണമെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ദേവതയായാൽ ജ്ഞാനം ഉണ്ടാവുമെന്ന് യാതൊരു നിർബന്ധമില്ല. ജ്ഞാനം എല്ലാ ദേവതകൾക്കും ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുകയും വേണ്ട. ഇപ്പൊ ഞാൻ ഇന്നാളൊരു പ്രസംഗം ഒരാളുടെ കേട്ടു. നമ്മുടെ തൊട്ടടുത്തുള്ള